വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് BSc MIT നിങ്ങൾ കർണാടകയിൽ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് കർണാടകയിലുള്ള ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യുക. BSc MIT എന്ന് പറയുന്നത് വളരെ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ് MIT എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച ഒരു കരിയർ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസ് മികച്ചതായിരിക്കണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ആ ഒരു ക്യാമ്പസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അവിടെയാണ് എന്തുകൊണ്ട് നിങ്ങൾ കർണാടകയിൽ ഈ ഒരു കോഴ്സ് പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാവുന്നത്. നമുക്ക് കേരളത്തിൽ ഇത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കേരളത്തിൽ നിങ്ങൾ ഓവറോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 14 ജില്ലകളിലുള്ള എല്ലാ കുട്ടികൾ കൂടി പഠിക്കാനായിട്ട് മൊത്തത്തിൽ 95 സീറ്റ് അല്ലെങ്കിൽ 100 സീറ്റിനകത്ത് മാത്രമേ അവിടെ ഈ കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന 75 സീറ്റും ഇത് കൂടാതെ സെൽഫ് ഫിനാൻസിങ് കോളേജായിട്ട് വർക്ക് ചെയ്യുന്ന കൊച്ചി അമൃതയിലെ 20 സീറ്റും, ഇങ്ങനെ മൊത്തം ഈ 75ഉം 20ഉം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 95 സീറ്റാണ് ആകെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ കോഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഏറ്റവും ഫീസ് കൊടുക്കുന്നത് ആരാണോ അവർക്ക് പഠിക്കാനായിട്ടുള്ള സീറ്റ് കിട്ടുന്നു. ബാക്കി വരുന്ന 75% എന്ന് പറയുന്നത് 50% മാർക്ക് നിങ്ങൾക്ക് +2 ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ അതിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും തഴയപ്പെടുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളെല്ലാവരും ഈ ഒരു കോഴ്സ് വേണ്ട എന്ന് വെച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം കർണാടകയിൽ ഇതിന് നിരവധി ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു കോഴ്സാണിത്. മാത്രമല്ല വളരെ അഫോർഡബിൾ ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ്. അങ്ങനെയുള്ള ഒരു കോഴ്സിന് നിങ്ങൾ കോമ്പറ്റീഷൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യം വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ കർണാടകയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും റെഡിയാണ്. ഫെസിലിറ്റീസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒരു മെഡിക്കൽ കോഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ? ഇനി ഹോസ്പിറ്റൽ ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം പേഷ്യൻസിനെ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് പേഷ്യൻസിന് ലഭിക്കുന്ന കോളേജ് ആണോ എന്ന് നിങ്ങൾ നോക്കണം. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് വളരെയധികം മാൻഡേറ്ററി ആണ്. തിയറിക്ക് പുറമെ പ്രാക്ടിക്കൽ നോളജും വളരെ ആവശ്യമുള്ള ഫീൽഡാണ് എപ്പോഴും മെഡിക്കൽ ഫീൽഡ്. അതിൽ വളരെ ടോപ്പിൽ നിൽക്കുന്ന ഫീൽഡാണ് നമ്മുടെ ഇമാജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഉറപ്പായിട്ടും ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടണം, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടണം, എക്സ്പീരിയൻസ് ഫാക്കൾട്ടീസ് എടുക്കുന്ന ക്ലാസ്സുകൾ കിട്ടണം, പിന്നെ എക്സ്പേർട്ട് എടുക്കുന്ന വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അത് നിങ്ങളുടെ കരിയറിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇനി നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കർണാടകയിൽ എന്തുകൊണ്ട് വന്ന് പഠിക്കണം? ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി അത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. കാരണം നമ്മൾ ചിലപ്പോൾ പഠിച്ച സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കണം ജോലി ചെയ്യണമെന്നില്ല. നമ്മൾ ജോലി റിലേറ്റഡ് ആയിട്ട് മറ്റ് സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ലാംഗ്വേജുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിയിലാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്ഫുൾ ആക്കാൻ സാധിക്കും. ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയിരുന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഒന്നെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സയൻസിൻ്റെ കീഴിൽ വരുന്ന കോളേജസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്യാമ്പസുകളിലും ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ. ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ടോപ്പ് ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡെങ്കിലും ആയിരിക്കും അവർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടക ശരിക്കും ഒരു മികച്ച ഓപ്ഷൻ തന്നെയല്ലേ. അപ്പോൾ BSc MIT ആണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഇനി സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. ഈ കർണാടക നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്ന ടോപ്പ് ക്യാമ്പസുകൾ ഏതൊക്കെയാണ്, കോളേജസ് ഏതൊക്കെയാണ്, അതിൻ്റെ അപ്രൂവൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അതുകൂടി കാണുക. ഒരു മികച്ച കരിയർ BSc MITയിൽ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾക്കോ ക്വയറീസിനോ ഫ്രീ കരിയർ ഗൈഡൻസിനോ ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സ് ആയിട്ട് വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് ജോയിൻ കൂടി ചെയ്യുക.